നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപും എപ്പോഴും ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണല്ലേ. ഏതൊരു പാത നാം തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ജോലി നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കും അല്ലേ നമ്മുടെ ഏറ്റവും നല്ലൊരു ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സമയത്തും, അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന സമയത്തും, സ്കൂളിൽ ചേരുന്നതിന് മുൻപ് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുൻപും ദൈവത്തോടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നാം വിജയം നേടും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപും നാം പ്രാർത്ഥനയോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മുടെ അച്ഛനമ്മ മുതൽ നമ്മുടെ മുത്തശ്ശി മുതൽ എല്ലാവരും പറഞ്ഞു തരുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു നന്മ, ഒരു അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും പരാജയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു വിജയം വേണമെങ്കിൽ അതിന് പിന്നിൽ തീർച്ചയായിട്ടും നമ്മെ ഓർത്ത് നമ്മുടെ സ്നേഹനിധികളായിട്ടുള്ള ബന്ധുക്കളുടെയോ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഈ പ്രാർത്ഥനയും ദൈവവചനവും എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്ന് നിങ്ങളോടൊരു സ്റ്റോറിയായിട്ട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു കഥയിലേക്ക് പോകാം. അതിനുമ്പായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ ആന്റി, എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ കവടിയായിരുന്നു. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് എന്റെ ഇളയ മകനും അവരുടെ കുടുംബം, 2 ആൺമക്കളാണ് അവനുള്ളത്. ഓക്കെ, അങ്ങനെ കുടുംബമായിട്ട് അവരുടെ കൊണ്ട് ഞാനുണ്ട്. ഓക്കെ, മക്കളൊക്കെ എന്ത് ചെയ്യാ? പഠിക്കുവാണോ? ആരാ? മക്കളൊക്കെ പഠിക്കുവാണോ? അതെ, മൂത്ത ആള് എഞ്ചിനീയറിംഗില് 2ാമത്തെ വർഷം. ഓക്കെ, 2ാമത്തെ ആള് 3rd സ്റ്റാൻഡേർഡ്. ഓക്കെ ഓക്കെ, ശരി ആന്റി. അപ്പൊ പഠിക്കാനൊക്കെ മിടുക്കരാണോ അവരൊക്കെ? അതെ, ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും പഠിക്കാൻ മിടുക്കരാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ, വളരെ സന്തോഷം ആന്റി. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാലാണ്? രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാലാണ്? പ്രത്യാശയാൽ. ശരി ഉത്തരാണ് ആന്റി, പ്രത്യാശയാൽ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് ആരാണ്? അയ്യോ, ശരിക്കും എനിക്ക് കിട്ടിയില്ല. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് ആരാണ്? ശരി ഉത്തരാണ് ആന്റി, ആത്മാവ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ആന്റി നല്ലൊരു പാട്ട് പാടി തരുമോ? കരുതലിൻ തരം വിശ്വസിച്ചാൽ നീ ദൈവമാസത്തെ കാണും. നിരാശയെല്ലാം മാറ്റും കണ്ണീരകറ്റും. ഗുരു വന്നിട്ടുണ്ട് മുൻപേ ആഗ്രഹിച്ചിടും. ആശിഷമാരീതും ആരാധിച്ചിടാൻ
വിശ്വസിക്കാൻ നീ ചെയ്യുന്ന മഹത്വം കാണും. നിരാശയല്ല മാറ്റു കണ്ണീരകറ്റും. ഗുരു വന്നിട്ടുണ്ട് നിന്റെ ഉള്ളിൽ വസിക്കാൻ. മനം തുറക്കും നിന്റെ മനം തളർത്തും. വിശ്വസിച്ച നീ ദൈവമാസത്വം കാണും. നിരാശയുള്ള മാറ്റും കണ്ണീരകറ്റും. ഹല്ലേലൂയ. ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. ഒരു റിഫ്ലക്സ് അതൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് സാരമില്ല, എന്തോ ഒരു പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ എന്ന് അറിയാത്തത് ആർക്കാണ്? വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തത് ആർക്കാണ്? അത് നമ്മളൊരു പോലെ പ്രാർത്ഥിക്കുന്ന നാം അറിയില്ല. നമുക്ക്. ശരി ഉത്തരാണ് ആന്റി, നമുക്ക്. ഓക്കെ, അപ്പൊ നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: വ്യക്തമാക്കാത്ത വാക്കുകളോട് കൂടിയ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നത് ആരാണ്? ആത്മാവ് തന്നെ. ശരി ഉത്തരാണ് ആന്റി, ആത്മാവ് തന്നെ. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷായോ? പിന്നെന്താ, നല്ല സന്തോഷം. ഓക്കെ ആന്റി, വിളിച്ചതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രമിക്കാം ആന്റി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിരുന്ന സലീല ആന്റി ആയിരുന്നു. ആന്റി വളരെ സന്തോഷം വിളിച്ചതിൽ. അപ്പൊ ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു അമ്മുമ്മയാണ് കേട്ടോ. അപ്പോൾ ആ അമ്മുമ്മ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല. ആ അമ്മുമ്മയ്ക്ക് ഒത്തിരി സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അതുപോലെ തന്നെ അവർക്ക് ഒത്തിരി പരിചാരകരുണ്ടായിരുന്നു, വേലക്കാരുണ്ടായിരുന്നു, എന്തായാലും ഒരു മാനേജർ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയ ബംഗ്ലാവിലാണ് ആ അമ്മുമ്മ താമസിച്ചിരുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നല്ല സന്തോഷത്തോടെ ചെയ്ത് മുന്നോട്ട് പോയൊരു അമ്മുമ്മയായിരുന്നു കേട്ടോ അവർ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ പെട്ടെന്നൊരു അസുഖം വന്നിട്ട്, ഒരു പ്രയാസം വന്ന് അവർ മരണപ്പെടുകയാണ്. കുറച്ച് നാൾ കിടക്കയിലായിരുന്നു. അതിനുശേഷം അവർ ഗ്രാജുവലി മരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവർക്കും വളരെ വിഷമം തോന്നി. കാരണം ആ അമ്മുമ്മ വളരെ ദൈവവിശ്വാസി ആയിരുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ജോലിക്കാർ, തൻ്റെ ജോലിക്കാരോടും അയൽക്കാരോടും ഒക്കെ വളരെ സ്നേഹവും സന്തോഷവും സമാധാനവും വെച്ച് പുലർത്തിയ ഒരു നല്ല സ്ത്രീയായിരുന്നു കേട്ടോ അമ്മുമ്മ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മുമ്മ മരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം തോന്നുമല്ലേ? അതുപോലെ എല്ലാവർക്കും ഒത്തിരി വിഷമവും പ്രയാസവും ഒക്കെ തോന്നിയ അമ്മുമ്മ മരണപ്പെട്ടത് പോയതുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ അമ്മുമ്മയുടെ മാനേജർ തൻ്റെ അമ്മുമ്മയുടെ വേലക്കാരായിട്ടുള്ള സെർവൻസിനെ എല്ലാവരും വിളിച്ചു കൂട്ടുകയാണ് കേട്ടോ. ഒരു വിരുന്ന് കൊടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. എന്നിട്ട് മാനേജർ എല്ലാവരെയും കൂട്ടി നിർത്തിയിട്ടൊരു കാര്യം അവരോട് പറഞ്ഞു: അതെ, നമ്മുടെ ആ അമ്മുമ്മയ്ക്ക് വളരെ ഒരു ഇഷ്ടം, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. തൻ്റെ മരണശേഷം നിങ്ങളെല്ലാവരെയും ഇതുപോലെ വിളിച്ച് ഒരു വലിയ സൽക്കാരം, ഒരു വിരുന്ന് നൽകണമെന്ന്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. പക്ഷേ ആ അമ്മുമ്മയ്ക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ളത് ഏതാണോ അത് ചൂസ് ചെയ്യുക, അത് നിങ്ങൾക്ക് നൽകുക എന്നുള്ളതായിരുന്നു അമ്മുമ്മയുടെ ആഗ്രഹം. അപ്പോൾ 2 കാര്യങ്ങളെന്ന് പറഞ്ഞില്ല, അത് ഏതൊക്കെയാണെന്നറിയാവോ? ഒന്നിൽ നിറയെ പണം, അതുപോലെ മറുവശത്ത് ഒരു വേദപുസ്തകവുമായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ബാക്കിയുള്ളവർ നമ്മളായാലും ഏതായിരിക്കും സെലക്ട് ചെയ്യുക? ആ അമ്മുമ്മയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ജോലിക്കാരൻ ഫസ്റ്റ് വരികയാണ്. എന്നിട്ട് അദ്ദേഹം കാണുകയാണ് ഒരിടത്ത് ഒരു സഞ്ചി നിറച്ച് പണവും മറ്റൊരു ഭാഗത്ത് ഒരു ബൈബിളും നിവർത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ജോലിക്കാരൻ പറയുകയാണ്: എനിക്കിത് ഏത് പുസ്തകമായാലും എനിക്ക് വായിക്കാൻ അറിയത്തില്ല, എനിക്ക് വായിക്കുന്നതിനോട് താല്പര്യമില്ല, എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വായിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. സോ എന്തായാലും എൻ്റെ ലൈഫിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ പണം തന്നെയാണ്. സോ ഞാൻ ആ പണമാണ്
സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പണവും കൊണ്ട് അദ്ദേഹം പോയി. അതുകൊണ്ട് തന്നെ ആ മാനേജർ ഒരു കെട്ട് പണം കൂടെ വീണ്ടും കൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് അടുത്ത ആൾ വരികയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ മുത്തശ്ശിയുടെ ഏറ്റവും വലിയ പരിചാരകനായിരുന്നു. അപ്പോൾ ആ വ്യക്തി വന്നിട്ട് അവൻ രണ്ടും നോക്കി, പണം വേണോ അതോ ബൈബിൾ വേണോ? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, ബൈബിൾ എനിക്ക് ഓക്കെ, നമുക്ക് എപ്പോഴായാലും വാങ്ങാൻ കിട്ടും, പക്ഷെ പണം നമുക്ക് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് പണം തന്നെയാണ്. കാരണം പണമാണ് നമുക്ക് ഏറ്റവും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. അതുകൊണ്ട് ഞാൻ പണം തന്നെ എടുക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പണം എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരാൾ വരികയാണ്, അയാളുടെ ആ അമ്മൂമ്മയുടെ ഒരു ജോലിക്കാരി. അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, ഞാൻ മഞ്ഞപ്പത്രം എങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ വാങ്ങി വായിക്കുമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ബൈബിൾ അല്ലേ, എനിക്കിതിൽ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ കുടുംബം പോറ്റാനായിട്ട് ഞാൻ പണം തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരും അതെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നാലാമതൊരു കുട്ടി വരികയാണ്. ആ കുട്ടി എന്താണ് സെലക്ട് ചെയ്തത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, എവിടെന്നാ എൻ്റെ വിളിക്കുന്നേ? ചെമ്പഴന്തി ഉദയഗിരിയിൽ നിന്ന്. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, മുൻപ് വിളിച്ചിട്ടുണ്ട്. വിളിക്കാറുണ്ട്. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപവികാരങ്ങൾ എന്ത് ഫലം കായ്ക്കത്തക്ക വണ്ണമാണ് നമ്മുടെ അവയവങ്ങളിൽ വ്യാപിച്ചു പോകുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നാം ജഡത്തിലിരിക്കുമ്പോൾ തന്നെ ന്യായപ്രമാണത്താൽ ഉളവായ പാപവികാരങ്ങൾ എന്ത് ഫലം കായ്ക്കത്തക്ക വണ്ണമാണ് നമ്മുടെ അവയവങ്ങളിൽ വ്യാപിച്ചു പോകുന്നത്? എന്ത് ഫലം കായ്ക്കത്തക്ക വണ്ണം? ജഡത്തിലായിരുന്നപ്പോൾ പാപമുണ്ടായിരുന്നപ്പോൾ എന്താണ് അവിടെ വരുന്നത്? പാപരാഗങ്ങൾ മരണത്തിന്. ശരി ഉത്തരാണ് ആന്റി, മരണത്തിന്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നമ്മെ ബന്ധിച്ചിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് നാം മോചിതരായിരിക്കുന്നതിനാൽ ഇനിയും എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? നമ്മെ ബന്ധിച്ചിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് നാം മോചിതരായിരിക്കുന്നതിനാൽ ഇനിയും എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ. അതെ, പറഞ്ഞോളൂ. അല്ലേ? ആത്മാവിന്റെ ആത്മാവിന്റെ പുതുക്കത്തിൽ. ശരി ഉത്തരാണ് ആന്റി, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു പാട്ട് പാടുവോ? പഴയ പാട്ട് പാടാം. ഓക്കെ, മതി, പാടിക്കോളൂ ആന്റി. സ്വന്തം നിനക്ക് ഞാനേശുദേവാ, പാവബന്ധം നീ കണ്ണിൽ നിന്നൻ പ്രിയനാഥ, പാപബന്ധം നീ കണ്ണിൽ നിന്നൻ പ്രിയനാഥ, സന്തോഷമെന്നോ ഒന്നൊക്കെയിൻ വഴി നടന്നേൻ, അതു ചാതി വന്നു നടന്നു നിന്നോടടുത്തു വന്നേൻ, അതു ചാതി വന്നു നടന്നു നിന്നോടടുത്തു വന്നേൻ. ഹലോ, എന്റെ നല്ല പാട്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല അറിയാം, തിരുവത്താഴം സ്വീകരിക്കാൻ പോകുമ്പോ ഉള്ള പാട്ടാണ്. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, പിന്നെ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? കുറച്ചു നേരത്തെ പറഞ്ഞതാ. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. ശരി ഉത്തരവാണ് ആന്റി, ആത്മാവിന്റെ പുതുക്കത്തിൽ. ഓക്കെ, ഇനി ഒറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. ചോദ്യത്തിലോട്ട് പോകട്ടെ. ആന്റിക്ക് എന്തെങ്കിലും സാക്ഷ്യം പറയാനായിട്ടുണ്ടോ? പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും വാക്യം പറയാൻ താല്പര്യമുണ്ടോ? പറഞ്ഞോളൂ ആന്റി.
യഹോവ എന്റെ ഇടയനാകുന്നു, ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകയില്ല. ആ ഓക്കെ, 23-ാം സങ്കീർത്തനം അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അത് കാണാതെ അറിയാം എനിക്ക്. കാണാതെ അറിയാം. പിന്നെ ഒരു ടെൻഷൻ കൊണ്ട് ഇത് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. വേറെ ഒന്നും കിട്ടിയില്ല. 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 ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ടെൻഷനൊന്നും എന്ത് പറ്റിയെന്നറിയാം, ഞാൻ അടുക്കളയിലായിരുന്നു, മീന് വെള്ളത്തിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ ശരി ശരി ആൻറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് 4-ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: ഞാൻ പാപം എന്തെന്ന് അറിഞ്ഞത് ഏതിലൂടെയാണ്? ഞാൻ പാപം എന്തെന്നറിഞ്ഞത് ഏതിലൂടെയാണ്? അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. അല്ല ആന്റി, ഏതിൽ കൂടെയാണ് ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഏതിന്റെ അടിസ്ഥാനത്തിലാ? പറയാതിരുന്നെങ്കിൽ ഞാൻ മഹത്വത്തെ അറിയയില്ലായിരുന്നു. ഞാൻ പാപം എന്തെന്നറിഞ്ഞത് ഏതിലൂടെയാണ്? അപ്പൊ എന്തോ ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് അനുബന്ധിച്ചാണ് നമ്മൾ പാപിയാണോ അല്ലയോ എന്ന് വിലയിരുത്തപ്പെടുന്നത്. അത് എന്താണ്? മോശയിലൂടെ ദൈവം തന്ന ഒരു സാധനം എന്താണ്? ഒരു കാര്യമാണ്. അതെ, അതൊക്കെ ഏതിലാണ് എഴുതിയിട്ടുള്ളത്? ന്യായപ്രമാണത്തിലല്ലാതെ. അതെ, ശരി ഉത്തരമാണ് ആന്റി, ശരി ഉത്തരമാണേ. ന്യായ പ്രമാണത്തിലൂടെ. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷായോ? ഓക്കെ ആന്റി, അപ്പൊ നമ്മൾ ഇനിയും വിളിക്കണേ. നമ്മുടെ പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ആന്റി, താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ വിളിച്ചിരുന്നത് മേഴ്സി ആന്റി ആയിരുന്നു. ആന്റി വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് കടന്നു വരാം. അപ്പോൾ ആ സ്റ്റോറിയിൽ നമുക്കിനി 4-ാമതായിട്ട് ഒരു യുവാവ്, ഒരു പയ്യൻ വരികയാണ് കേട്ടോ. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് എന്താണ് സെലക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്? അപ്പോൾ മാനേജർ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്തായാലും ഒരു പാവപ്പെട്ട വീട്ടിലെ ദരിദ്രനായിട്ടുള്ള, ഇവിടെ ഉണ്ടായിട്ടുള്ള ജോലിക്കാരെ എല്ലാവരെക്കാളും ഏറ്റവും ദരിദ്രനായിട്ടുള്ളൊരു പയ്യനാണ് നീ. അപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് നീ എന്തായാലും തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്താണ്, പണം തന്നെയാണ്. നമുക്കിനി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയണം. പക്ഷേ ആ ഒരു യുവാവ് പറയുകയാണ്, ഞാൻ ഒരിക്കലും, എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്, നിലവിൽ ആവശ്യമായിട്ടുള്ളത് പണം തന്നെയാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ വേദപുസ്തകവും ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നീ വചനത്തിൽ മറികടന്ന് വേറെ ഒരു കാര്യവും ചിന്തിക്കാനായിട്ട് ശ്രമിക്കരുത്, നേടിയെടുക്കാനായിട്ട് ശ്രമിക്കരുത്. വചനമാണ് നിൻ്റെ മുന്നിലുള്ളതെങ്കിൽ അതിനെ മാത്രം സ്വീകരിക്കുക എന്ന് എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പണം ഞാൻ മാറ്റിവെച്ച് തീർച്ചയായിട്ടും ഞാൻ ദൈവവചനം സ്വീകരിക്കുകയാണ്. എൻ്റെ അമ്മ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ആ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കും എന്നുള്ളൊരു കാര്യവും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ലൈഫിൽ പ്രകാശം തരുന്നത് വചനം തന്നെയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മയുടെ വാക്ക് ധിക്കരിക്കില്ല. സോ എനിക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണം ഞാൻ മാറ്റി വെച്ചിട്ട് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനം ഞാൻ തിരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ വളരെ സന്തോഷത്തോടു കൂടി ആ വചനം എടുക്കുകയാണ് കേട്ടോ. കയ്യിൽ ആ വേദപുസ്തകം എടുക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങി. അയ്യേ, ഇവൻ എന്ത് മണ്ടനാണ്, നമുക്ക് എല്ലാവർക്കും ഇത്രയും കാശ് കിട്ടി, അവൻ എന്തിനാണ് ഈ ഒരു പുസ്തകം തിരഞ്ഞെടുത്തത്? അവൻ ഓൾറെഡി പറഞ്ഞു അവൻ്റെ വീട്ടിൽ അതുണ്ടെന്ന്, പിന്നെ എന്തിനാണിത് തിരഞ്ഞെടുക്കുന്നത് എന്നും പറഞ്ഞ് എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ആ ചിരി ഒരല്പസമയം കഴിഞ്ഞ് മാഞ്ഞു. എന്താണ് കാരണമെന്നറിയാവോ? അവൻ ആ ബൈബിൾ തുറന്നപ്പോൾ 2 പൊതിക്കെട്ടുകൾ ആ ബൈബിളിനകത്തുണ്ടായിരുന്നു. ഒന്നിൽ അവർക്ക് കൊടുത്തതിൽ, അതായത് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർക്ക് കിട്ടിയതിൽ 10 ഇരട്ടി പണവും, മറ്റൊന്നിൽ ആ സ്ത്രീയുടെ, ആ അമ്മുമ്മയുടെ ഈ പ്രോപ്പർട്ടിയുടെ എല്ലാത്തിൻ്റെ അവകാശവും. അപ്പോൾ ഇത് ലഭിച്ചപ്പോൾ, ഇത് കണ്ടപ്പോൾ ആ യുവാവ് ആകെ ഞെട്ടിപ്പോയി കേട്ടോ. മറ്റുള്ളവരും അതുപോലെ ഞെട്ടിപ്പോയി. കാരണം ബൈബിളിനകത്ത് മറ്റുള്ളവർക്ക് കിട്ടിയതിൽ നിന്ന് 10 ഇരട്ടി പണമുണ്ടായിരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ബോധം പോയി. അതിൻ്റെ കൂടെയാണ് ആ മുത്തശ്ശിയുടെ ഈ കാണുന്ന
എല്ലാ സമ്പാദ്യങ്ങളും ഇനി മുതൽ നോക്കേണ്ടത് യുവാവാണെന്ന് ഉള്ള എല്ലാ രേഖ അടങ്ങുന്ന പേപ്പറും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ദൈവത്തിന് നാം മുൻസ്ഥാനം കൊടുത്താൽ എപ്പോഴും അവൻ നമ്മെ ഉയർത്തിക്കൊണ്ടേയിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. നമുക്കൊരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, അവിടെ എങ്ങനെയാണ് കാലാവസ്ഥയൊക്കെ? മഴയുണ്ടോ, വെയിലാണോ? ഓക്കെ ആന്റി, കേൾക്കുന്നില്ല, ഒരല്പം മാറിന്ന് സംസാരിക്കാവോ? ഇവിടെ ഇച്ചിരി ചെറുതായിട്ട് വിട്ടേ കേൾക്കുന്നുള്ളൂ ആന്റി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ന്യായപ്രമാണം കൂടാതെ നിർജീവമാകുന്നത് എന്താണ്? പാപം. പാപം ശരി ഉത്തരമാണ് ആന്റി, പാപം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഞാൻ ഇച്ഛിക്കുന്നതല്ല പിന്നെന്താണ് ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യുന്നു ആന്റി? അതെ അതെ, ശരി ഉത്തരമാണ് ആന്റി, വെറുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോ ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല പിന്നെ ആരാണ്? എന്നിൽ വസിക്കുന്ന പാപം. ശരി ഉത്തരമാണ് ആന്റി, എന്നിൽ വസിക്കുന്ന പാപം. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള നാലാമത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഉള്ളം കൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കും. ശരി ഉത്തരമാണ് ആന്റി, ഉള്ളം കൊണ്ട്. ഓക്കെ, അപ്പൊ 4 ചോദ്യവും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ ഒരു പാട്ട് പാടാമോ? ആണോ? സാരമില്ല ആന്റി, സാരമില്ല. ഒരു വചനം പറയാമോ? നിന്റെ എല്ലാ വഴികളിലും അവനെ വിളിക്കുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും. യഹോവ എനിക്ക് മുമ്പായി നടത്തുന്നുണ്ട്, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ ഒരു വചനത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വചനത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ആന്റി. ഓക്കെ ആന്റി, അപ്പോ വളരെ സന്തോഷം വിളിച്ചതിൽ, യാത്രയുടെ മധ്യയിലും നമ്മെ ഓർത്ത് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ ആന്റി, അപ്പൊ സേഫ് ജേർണി. ഓക്കെ ആന്റി, താങ്ക് യു. അപ്പൊ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് അന്നമ്മ ആന്റി ആയിരുന്നു. ആന്റി എവിടെയോ യാത്രയിലാണ്. അപ്പോൾ ഒരു അപകടവും കൂടാതെ പോയിട്ട് വരാൻ ദൈവം സഹായിക്കട്ടെ. ഓക്കെ ആന്റി, അപ്പം നമ്മൾ ഇനി വിളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ആ കുട്ടി സെലക്ട് ചെയ്തത് എപ്പോഴും വചനം തന്നെയായിരുന്നു. അവൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ ആ വചനമായിരുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധേയമാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് കേൾക്കുന്ന ഒരു കുട്ടി അല്ലേ. എപ്പോഴും നമ്മൾ വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പൻ്റെയും അമ്മയുടെയും പ്രബോധനം കേട്ട് വിവേകത്തോടെ വളരുക എന്നുള്ളതാണ്. അപ്പൻ്റെയും അമ്മയുടെയും വചനം കേൾക്കാത്തവരെ ദൈവവും പകയ്ക്കുന്നു. അവരെ പകയ്ക്കുകയോ അവരോട് എതിർത്ത് സംസാരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അല്ലെങ്കിൽ അവരെ ദൈവം വെറുക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കുട്ടി, ഈ ഒരു യുവാവെന്ന് പറയുന്നത്, അവൻ എപ്പോഴും അവൻ്റെ അമ്മയുടെ വചനം വാക്ക് ഗ്രഹിച്ചുകൊണ്ട് ദൈവവചനം സെലക്ട് ചെയ്തു. അതുകൊണ്ട് അവൻ എന്താണ് ലഭിച്ചത്? ഒരിക്കലും അത് തിന്മയല്ല, നന്മയ്ക്കായി അത് ഉപകരിച്ചു അല്ലേ. അവർ മറ്റുള്ളവർക്ക് കിട്ടിയതിൽ നിന്ന് അധികമായ സ്വത്തും കിട്ടി, പണവും കിട്ടി. ഇതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ദൈവമായ പിതാവിനെ നാം എപ്പോഴും സ്നേഹിക്കുക, അനുസരിക്കുക. അതുവഴി നമുക്ക് എപ്പോഴും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയിലെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് എപ്പോഴും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വചനവും ഇപ്രകാരം പറയുന്നുണ്ട്: പൂർണ്ണ ഹൃദയത്തോടെ നീ എന്നിൽ വിശ്വസിക്കുക, ഞാൻ നിന്റെ വഴികളെ നേരെയാക്കും. തീർച്ചയായിട്ടും അപ്രകാരം ദൈവത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സുറച്ച് വിശ്വസിക്കുവാൻ ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.